അപ്പോൾ നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്തു. സാധാ അരിത്തമെറ്റിക് പ്രോബ്ലംസ്, സൈൻ ആയിട്ടുള്ളതും സൈൻ അല്ലാത്തതായിട്ടുള്ള നമ്പരൊക്കെ വെച്ച്, പ്ലസും മൈനസൊക്കെ ചേർന്ന നമ്പർ വെച്ച് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ സാധാരണ നമ്മൾ ചെയ്തു. പക്ഷേ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലോ, അതായത് 5 + 6 ഡിവൈഡഡ് ബൈ 3 + 2 ഇൻറ്റു 6, അങ്ങനെ നമ്മൾ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിലോ, ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് അതിൻ്റെ ഓർഡർ നോക്കേണ്ട ആവശ്യമുണ്ട്. ഏതൊരു ഓർഡറിലാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോവും. ഈ ഒരു ഓർഡർ പറയുന്നതാണ് ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമേ ഞാൻ നിങ്ങൾക്ക് വെറുതെ ഇങ്ങനെ കുറേ പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾക്ക് പ്രാക്ടിക്കലി തെറ്റിച്ച് കാണിച്ചു തരാം. അതായത് നിങ്ങൾ ഇവിടെ ചെയ്യുന്ന 20 + 30 ഡിവൈഡ് ബൈ 5 + 4, ഇത് സ്വാഭാവികമായും ബോട്ട്മാസ് അറിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. 20നെ നിങ്ങൾ 30 വെച്ച് കൂട്ടും, അല്ലേ? കൂട്ടുന്നതിന് പണി 50 ആക്കി നിങ്ങൾ. 20, 30, 50. അത് കഴിഞ്ഞ് അടുത്ത 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. 50നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. കിട്ടുന്ന ഉത്തരം എത്രയാണ്? കിട്ടുന്ന ഉത്തരം 10, അല്ലേ? തീർച്ചയായും 50ൽ 10 5 ചേർന്നാൽ 50 ആയി. ഓക്കെ, അപ്പോൾ 10 കിട്ടി. പിന്നെ അടുത്തത് +4 കൂടെ ഉണ്ട്. ആ +4 കൂടെ നിങ്ങൾ ചെയ്തു. കിട്ടിയ ഉത്തരം 14, അല്ലേ? 14 നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം. എന്നാൽ ഞാൻ പറയുന്നു ഈ ഉത്തരം തെറ്റാണ്. കാരണം എന്താണ്? നിങ്ങൾ വെറുതെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്ത് പോയതാണ്. അങ്ങനെയൊന്നും അല്ല. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഒരു ഓർഡറൊക്കെ ഉണ്ട്, ഒരു അടക്കും ചിട്ടയൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഓർഡർ പറയുന്നതാണ് നമ്മുടെ ബോട്ട്മാസ് റൂൾ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും പ്രയോറിറ്റി നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് ബോട്ട്മാസിലെ ബിക്കാണ്. ബി എന്ന് പറയുന്നത് ബ്രാക്കറ്റ്. എവിടെയെങ്കിലും ഒരു ബ്രാക്കറ്റ് കാണുകയാണെങ്കിൽ ആ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനത്തെ തീർത്തിട്ടേ ബാക്കിയുള്ളത് തീർക്കാവുള്ളൂ. അല്ലാതെ ആദ്യത്തെ നിന്ന് ഇങ്ങനെ ചെയ്ത് പോവുകയല്ല വേണ്ടത്. ബ്രാക്കറ്റ് കണ്ട ബ്രാക്കറ്റ് ആദ്യം എന്തായാലും തീർത്തിരിക്കണം. അത് കഴിഞ്ഞ് ഓർഡർ, ഇതിൻ്റെ ഓർഡറിന് പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം. അത് കഴിഞ്ഞ് ഡിവിഷൻ, അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഈ ഒരു ഓർഡറിലായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോകുന്നില്ല, ഞാൻ കാണിച്ചു തരാം. അതായത് ഈ നിങ്ങൾ തെറ്റിച്ച സാധനം ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത്. 20 + 30 ഡിവൈഡ് ബൈ 5 + 4, ഇതിലുള്ള ഏറ്റവും പവർ കൂടിയ ആളാരാ? ഡിവിഷനാണ്, അല്ലേ? കാരണം നമ്മൾ നോക്ക്, ബോട്ട്മാസിലെ ഏറ്റവും കൂടുതൽ പവർ കൂടി വന്നിരിക്കുന്ന ആരാ? ഡിവിഷനാണ്. ഡിവിഷൻ കഴിഞ്ഞാണ് നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ഇതിൻ്റെ അകത്ത് അഡീഷൻ മാത്രമേ വേറെ വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഡിവിഷൻ കഴിഞ്ഞാണ് അഡീഷന് സ്ഥാനം കൊടുക്കേണ്ടത്. അങ്ങനെ ആയിട്ടുള്ള സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാം, ആദ്യമേ ഡിവിഷൻ ചെയ്യുക. ഡിവിഷൻ ഏതാ? ഈ 2 നമ്പർ തമ്മിൽ ഞാൻ ഡിവിഷൻ ചെയ്യാൻ പോവുകയാണ്. 30ൽ നിന്ന് 5 ഞാൻ ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? 30ൽ നിന്ന് 5 ഡിവൈഡ് ചെയ്യാൻ പോവാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് എത്ര കിട്ടും? 6 30. സോ 6 30 ഡിവൈഡ് ബൈ 5, 6. പിന്നെ ഈ ഇപ്പുറത്തൊരു 4 ഉണ്ട്, അതായത് +4 ഇവിടെ ഉണ്ട്. അപ്പുറത്ത് നമുക്കൊരു 20 ഉണ്ട്, അല്ലേ? അപ്പുറത്തൊരു 20 ഉണ്ട്. അപ്പോൾ 20 ഉണ്ട് +6 +4 എന്നായി. അപ്പോൾ നമ്മൾ ആ സാധനത്തെ നേരെ മാറ്റി ഇങ്ങനത്തെ ഒരു രീതിയിലാക്കി മാറ്റി. ഇനി അടുത്തത് എന്താ ചെയ്യുക? അടുത്തത് പ്രയോറിറ്റി നോക്കാൻ നേരത്തെ അഡീഷനാണ്. വേറെ അഡീഷൻ അല്ലാതെ വേറൊന്നുമില്ല. ഇപ്പോൾ ഡയറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി, എല്ലാം തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? കൂട്ടിയാൽ നമുക്ക് കിട്ടും 20 + 6 26 + 4 30. അതെ, ഇതിൻ്റെ ഉത്തരം 30 പക്ഷെ നേരത്തെ എത്ര കിട്ടിയത്? നേരത്തെ കിട്ടിയത് 14. അപ്പോൾ അത് തെറ്റല്ലേ? പകുതിയുടെ ഉത്തരം പോലും ആയില്ല. തെറ്റാണ് സാധനം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സംഗതി മനസ്സിലായില്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അതായത് 10 + 3 × 2 ഡിവൈഡ് ബൈ 2. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഏറ്റവും നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഏതാ? എന്താ? ബോട്ട്മാസ് പറയുന്നത് ആദ്യമേ നിങ്ങൾ ബ്രാക്കറ്റിനെ ചെയ്യണം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനത്തെ ആദ്യം ചെയ്യുക. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഏതാ? 10 + 3, അതെനിക്ക് 103 എന്ന് കിട്ടി. 103 ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാക്കി ഞാൻ അതേപടി എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി നമ്മുടെ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനിൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പ്രയോറിറ്റി ആർക്കാന്ന് നോക്കുക. അടുത്ത പ്രയോറിറ്റി ആർക്കാ? മൾട്ടിപ്ലിക്കേഷനെക്കാളും പ്രയോറിറ്റി കൂടുതൽ നമ്മുടെ ഡിവിഷനാണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ നേരെ വന്നു ഡിവിഷൻ ആദ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ഈ ഡിവിഷനാണ് ഞാൻ ആദ്യമേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എങ്ങനെയായി മാറി? 103 അതേപടി എടുത്തെഴുതി ഇൻറ്റു 2 ഡിവൈഡ് ബൈ 2 ഞാൻ ആദ്യമേ ചെയ്തു. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 1. 2ൽ എത്ര 2 ഉണ്ട്? 2ൽ ഒരു 2 അപ്പോൾ 103 × 2 എത്ര? മൾട്ടിപ്ലിക്കേഷൻ 103. കിട്ടിയില്ലേ? കിട്ടി. ഇത്രേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേ ഇങ്ങനെ ഇരിക്കുന്നു. ഇത് തീർച്ചയായും ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ പ്രയോറിറ്റി ബ്രാക്കറ്റിനാണ്. ബ്രാക്കറ്റ് കഴിഞ്ഞുള്ള പ്രയോറിറ്റി ഡിവിഷനാണ്. ബോട്ട്മാസ് BODMAS ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ആദ്യമേ ബ്രാക്കറ്റിനാണ്. ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനം എന്താണെങ്കിലും ചെയ്യുക. കാരണം ഡിവിഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനെക്കാളും പവർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയക്കണ്ട. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പവറാണ്. ബ്രാക്കറ്റ് ആദ്യമേ ചെയ്തിട്ട് ബാക്കി ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ബ്രാക്കറ്റിനെ തീർക്കാം. 3 × 2 6. ബാക്കി അതേപടി ഞാൻ എഴുതി. ഇവിടെ ഡിവൈഡ് ബൈ 2 ആണ്, ഇവിടെ 100 ആണ്. അപ്പോൾ ബാക്കി അതേപടി എഴുതി. 100നെ ഇങ്ങോട്ട് എഴുതി, 2നെ ഇങ്ങോട്ട് എഴുതി.
അപ്പോൾ ഇതിനെ ഞാൻ മൊത്തം ചേഞ്ച് ചെയ്ത് 6 ആക്കി അല്ലേ? കൃത്യമല്ലേ? ഇനി എന്താ ചെയ്യണം? ഇനി ഏറ്റവും പ്രയോറിറ്റി ആരാ? അഡീഷനെക്കാളും പ്രയോറിറ്റി കൂടുതൽ ഡിവിഷനാണ്. അപ്പോൾ 6 ÷ 2 എത്രയാ? 3. അപ്പോൾ ഈ 100 അതെവിടെ എഴുതി? 100 + 3 എത്രയാ? 103. സെയിം സാധനം. ഓക്കെ, അടുത്തത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ബ്രാക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് എന്താ? ആദ്യമേ ഡിവിഷൻ ചെയ്യണം. ഡിവിഷൻ ദേ കിടക്കുന്നു. 50 ÷ 2 എത്രയാ? 50 ÷ 2 എന്ന് പറയാൻ നേരത്ത് നമുക്ക് കിട്ടും അത് 25ആണ്. പിന്നെ +3 × 6. അടുത്ത ഏതാ? അടുത്തത് മൾട്ടിപ്ലിക്കേഷനാണ് പ്രയോറിറ്റി. അപ്പോൾ അടുത്ത മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ 3 × 18 അത് ആദ്യമേ ചെയ്തു. ഇനി ബാക്കിയുള്ള അതേപടി ഞാൻ എടുത്തെഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണം? അടുത്ത സ്റ്റെപ്പിൽ ഇതിൽ പ്രയോറിറ്റി ഏതാ? ഇതിൽ അഡീഷനാണ് അടുത്ത പ്രയോറിറ്റി. ഇപ്പോൾ അഡീഷൻ ആദ്യം ചെയ്തോ. ഇത് 2 അഡീഷൻ ഉണ്ട്. ഇപ്പോൾ 2ൽ ഏതാദ്യം ചെയ്യും? ഏതേലും ചെയ്തോ. അപ്പോൾ എങ്ങനെയാ? 25 × 18 എത്ര? 25 × 18 എന്ന് പറയുന്നത് 43 അല്ലേ? -2 + 1 ആദ്യമേ ചെയ്യുക. 2 + 1 ആദ്യമേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് പറയും? 3 എന്ന് പറയും. എന്നിട്ട് നിങ്ങൾ എന്ത് പറയും? 40 എന്ന് പറയും. പക്ഷേ ഇത് ശരിയാണോ? ഇതും തെറ്റാണ്. ഇത് തെറ്റാണ്. എന്താ കാരണം? എന്താണെന്നറിയോ? നിങ്ങൾ ചെയ്തു വന്ന വഴിയൊക്കെ ശരിയായിരുന്നു, പക്ഷെ ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് തെറ്റിപ്പോയി. കാരണം ഇവിടെ 25 + 18 നിങ്ങൾ ചെയ്തു 43 ആക്കി എഴുതി. നോ പ്രോബ്ലം. അതിനൊരു പ്രശ്നമില്ല. പക്ഷെ അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് -3 എങ്ങനെ എഴുതിയത്? ഞാൻ ഇന്നലെ പറഞ്ഞു തന്നല്ലേ. അത് രണ്ടും എഴുതി നിങ്ങൾക്ക് 43 കിട്ടി. -2 + 1 ആണ് നിങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്നത്. ഇവിടെ -2 + 1 എന്ന് പറയുന്നത് നിങ്ങൾ 2 + 1 മാത്രമായിട്ട് എടുത്തു. പക്ഷേ 2 വെറുതെ ഇരിക്കുകയല്ല. ഈ ചിഹ്നം എന്ന് പറയുന്നത് 2ൻ്റെ കൂടെ ഉള്ളതാണ്, അല്ലാതെ വെറുതെ അപ്പുറത്തുള്ളതല്ല. ഇത് -2ഉം ഇത് +1ഉമാണ്. അങ്ങനെ -2 + 1 ആണെങ്കിൽ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ എന്താ? ഒരു സൈൻ നെഗറ്റീവ് ഒരെണ്ണം പോസിറ്റീവ് ആയിട്ട് വരികയാണെങ്കിൽ അഡീഷനിലോ സബ്ട്രാക്ഷനിലോ അങ്ങനെയാണെങ്കിൽ നടക്കുന്നത് എന്താ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുക. -2 + 1 എന്ന് പറയുമ്പോൾ കുറച്ചാൽ നമുക്ക് 1 കിട്ടും. വലുതിൻ്റെ ചിഹ്നം അത് 2ൻ്റെ ചിഹ്നമാണ്, മൈനസാണ്. അപ്പോൾ 43 - 1 എന്ന് പറയുമ്പോൾ 42 കിട്ടുക. നേരത്തെ കിട്ടിയത് നമുക്ക് 40 40 തെറ്റാണ്. 42 നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയല്ലോ. ഇനിയിപ്പോൾ 2 എന്ന് പറയാൻ നേരത്ത് ഇവിടെ മൈനസ് എന്ന് പറയുന്നത് കുറയ്ക്കുക എന്ന് പറയണതല്ലേ. അപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ 2ൻ്റെ കൂടെ ഇട്ട് കൊടുത്തത്? സത്യത്തിൽ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതായത് 5 - 3 എന്ന് പറയാൻ നേരത്ത് ഈ മൈനസ് എന്ന് പറയുന്നത് കുറയ്ക്കുന്നതല്ലേ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിങ്ങൾ വിചാരിക്കേണ്ട. അതായത് 3ൻ്റെ കൂടെയാണ് ഈ മൈനസ്. 5ൻ്റെ മുമ്പിലുള്ളത് +ആണ്. 5ലൊന്നുമില്ലാത്ത കാരണം അത് +ആണ്. നിങ്ങൾക്ക് മനസ്സിലായാലും ഞാൻ പറഞ്ഞുതരാം. 5 - 3 എന്ന് പറയാൻ നേരത്ത് ഇതിൽ മൈനസ് എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളൊരു ചിഹ്നം മാത്രമായിട്ട് നിങ്ങൾ ചിന്തിക്കരുത്. ഈ -3ൻ്റെ കൂടെയുള്ള സാധനമാണ്. 5ൻ്റെ കൂടെയുള്ളത് എന്താ? ഒന്നുമില്ലാത്ത കാരണം +ആണ്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ കുട്ടപ്പൻ്റെ കാര്യം പറയാൻ നേരത്ത്, നമ്മൾ നമ്പർ ലൈനിലെ കുട്ടപ്പൻ്റെ കാര്യം പറയാൻ നേരത്ത്, നമ്പർ ലൈനിൽ നിന്ന് കുട്ടപ്പൻ 5 ഇങ്ങോട്ട് നടന്നു, 5 കിലോമീറ്റർ അങ്ങോട്ട് നടന്നു. പിന്നെ -3 എന്ന് പറയാൻ നേരത്ത് 3 തിരിച്ച് നടന്നു എന്നല്ലേ പറയുന്നത്. അതായത് തിരിച്ച് നടന്നു എന്നുള്ളൊരു ചിഹ്നമാണ് കാണിക്കുന്നത് ഈ മൈനസ്. അതായത് ഈ 3ൻ്റെ കൂടെ ഉള്ളതാണ്. ആ 3 പുറകോട്ടുള്ളതാണ് എന്ന് കാണിക്കാനുള്ളതാണ് മൈനസ്. അങ്ങനെ നിങ്ങൾ ചിന്തിച്ചേ. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യം എന്താണ്? ചിഹ്നങ്ങൾ എപ്പോഴും നമ്മൾ എടുക്കാതെ വിട്ടുപോകരുത്. ഇതിന് മുമ്പ് ചിഹ്നം ഉണ്ടെങ്കിൽ ആ ചിഹ്നം കൂടെ ചേർത്തായിരിക്കണം നമ്മൾ ആ ഓപ്പറേഷൻ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ തെറ്റും. നിങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതെങ്ങനെ ചെയ്യും? 50 ÷ 2 + 3 ചെയ്യാം. ആദ്യമേ എന്താ ചെയ്യുക? ആദ്യമേ ബ്രാക്കറ്റാണ് ചെയ്യുക. ഇവിടെ 2 ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ 2 ബ്രാക്കറ്റ് ആദ്യം ചെയ്തിട്ട് മാത്രം ബാക്കിയുള്ളത് ചെയ്യാവുള്ളൂ. അപ്പോൾ ആദ്യം ഈ ബ്രാക്കറ്റ് ചെയ്യാം. ഈ ബ്രാക്കറ്റ് ചെയ്തപ്പോൾ 2 - 3 5 ആക്കി. ഈ ബ്രാക്കറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് എത്ര? 6ൽ നിന്ന് 2 കുറച്ചപ്പോഴത്തേക്ക് എത്ര കിട്ടി? 4 കിട്ടി അല്ലേ? പിന്നെ ഈ മൾട്ടിപ്ലിക്കേഷൻ അതേപടി ഞാൻ എടുത്തെഴുതി. ഇവിടെ പ്ലസ് അതേപടി എഴുതി, 1 അതേപടി എഴുതി, ഈ 50ന് അതേപടി അടിയിലോട്ട് ഇറക്കി എഴുതി, ഡിവിഷനും അതേപടി അടിയിലോട്ട് ഇറക്കി എഴുതി. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെ എന്താ ചെയ്യേണ്ടത്? ഇനി ഏറ്റവും പ്രയോറിറ്റി ആർക്കാ? ഇനി പ്രയോറിറ്റി ഡിവിഷനാണ്. അപ്പോൾ ഡിവിഷൻ്റെ സാധനം ആദ്യമേ ചെയ്യുക. ഡിവിഷൻ്റെ സാധനം എന്ന് പറയുമ്പോൾ 50ൽ നിന്ന് 5 ഡിവൈഡ് ചെയ്യുക. 50ൽ നിന്ന് 5 ഡിവൈഡ് ചെയ്താൽ എത്ര? 10 അത് കഴിഞ്ഞ് × 4, 10 × 4 + 1 എന്നാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിലടുത്ത പ്രയോറിറ്റി ഉള്ളത് 10 × 4 10 × 4 എന്ന് പറയുമ്പോൾ 40 + 1 എന്ന് പറയാൻ നേരത്ത് 41 നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത് സിമ്പിൾ സാധനം. അടുത്തത് -50 - 20 × 3 ഡിവൈഡഡ് ബൈ -3. നമ്മുടെ ചിഹ്നങ്ങളെ നമ്മൾ ഒരിക്കലും വെറുതെ കളയരുത്. ചിഹ്നം അതിൻ്റെ കൂടപ്പുറപ്പാണ്. ഒരു നമ്പറിൻ്റെ കൂടെയുള്ളതാണ് ചിഹ്നം. വെറും 9 എന്ന് പറയുന്നത് നമ്പർ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ 0ആണ്. വെറും 9 ഇവിടെ നിൽക്കുന്നു. -50 എന്ന് പറയുന്ന നേരത്ത് ഇവിടെ നിൽക്കുന്നു.
രണ്ടും രണ്ട് സാധനങ്ങളാണ് മൊത്തത്തിൽ. രണ്ടും ഒരുപാട് ദൂരമുണ്ട്, 100ൻ്റെ വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ മൈനസിന് നമ്മൾ വെറുതെ കളയരുത്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇതിൽ ആദ്യമേ ചെയ്യേണ്ട എന്താണ്? ആദ്യമേ ചെയ്യേണ്ടത് എന്തായാലും നമ്മൾ എന്താണ്, ഡിവിഷനാണ്. കാരണം ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ഡിവിഷനാണ്. ഡിവിഷൻ ആദ്യമേ ചെയ്യാൻ നേരത്ത് 3 ഡിവൈഡഡ് ബൈ -3. 3ൽ നിന്ന് -3 കുറച്ചാൽ എങ്ങനെയാണ്? -3 ഡിവൈഡ് ചെയ്യാത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. 3ൽ നിന്ന് 3 ഡിവൈഡ് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ചിഹ്നം ഏതാണ് ഇടേണ്ടത്? ഒരെണ്ണത്തിന് നെഗറ്റീവ് ആണെങ്കിൽ മൊത്തം കളങ്കമായി, മൊത്തം നെഗറ്റീവായി. ഡിഫറൻറ്റ് സൈനാണ് മൾട്ടിപ്ലിക്കേഷൻ അല്ല അഥവാ ഡിവിഷനിലെങ്കിൽ ചിഹ്നം മൈനസ് ആയിരിക്കും ഉത്തരത്തിൻ്റേത്. ഇനി ഏതാ ബാക്കിയുള്ളത്? അതേപടി ഞാൻ എഴുതുകയാണ്. ഇൻറ്റു 20 നേരെ അടിയിലോട്ട് ഇറക്കി എഴുതി, -50 നേരെ അടിയിലോട്ട് ഞാൻ ഇറക്കി എഴുതി. ഓക്കെ, അടുത്ത് നമ്മളിനി എന്ത് ചെയ്യേണ്ടത്? അടുത്ത് നമ്മളിനി മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. അതിനാണ് അടുത്ത പ്രയോറിറ്റി. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 20നെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമല്ലേ? അല്ല, എത്ര പറഞ്ഞ് നിർത്തിയതേ ഉള്ളൂ. 20 അല്ല, 20ന് -20ആണ്. 20ഉം -20ഉം 40ൻ്റെ വ്യത്യാസം അപ്പുറത്താണ് നമ്പർ ലൈനിലിരിക്കുന്നത്. രണ്ടും രണ്ടാൾക്കാരാണ്. അപ്പോൾ -20നെ -1 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എനിക്ക് എത്ര കിട്ടും? -20നെ -1 വെച്ച് ഞാൻ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് കിട്ടാൻ പോകുന്നത് മൈനസും ചേർന്നപ്പോൾ എന്താ? പ്ലസ് ആയി അല്ലേ? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനിൽ എങ്ങനെയാണ്? സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ് ആവും. പോസിറ്റീവ് 20 × 1 എന്ന് പറയുമ്പോൾ 20. അപ്പോൾ പ്ലസ് കിട്ടിയില്ലേ? പിന്നെ ഇവിടെ -50 അതേപടി ഞാൻ ഇറക്കി എഴുതി. ഇപ്പോൾ എത്രയാണ്? -50 + 20. സംഗതി ശരിയായോ? ഇനി -50 + 20 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ അഡീഷനിലോ സബ്ട്രാക്ഷനിലോ ഒക്കെ ആണെങ്കിൽ ഒരു ചിഹ്നം നെഗറ്റീവും ഒരു ചിഹ്നം പോസിറ്റീവും, അതായത് ഡിഫറൻറ്റ് സൈൻ വരികയാണെങ്കിൽ എന്താ ചെയ്യുക? നമ്മൾ തമ്മിൽ കുറയ്ക്കുക, വലുതിൻ്റെ ചിഹ്നം ഇടുക. വലുതിൻ്റെ ചിഹ്നം ഏതാ? -50 അല്ലേ വലുത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാണ്? -30. കുറച്ചു, വലുതിൻ്റെ ചിഹ്നം ഇട്ടു. ഓക്കെ, അവിടെ ശരിയായി. അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 60 - 20 + 30 × 2. ഓക്കെ, ഇത് ചെയ്യാം. ഇതിൻ്റെ അകത്ത് എന്താ? ബ്രാക്കറ്റ് ആദ്യം ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ പ്രയോറിറ്റി ഉണ്ട്, എന്നാലും ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള തീർക്കാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള മൊത്തം ചെയ്തു. 20ഉം 30ഉം 50 മനസ്സിലാക്കി. പുറത്തൊരു മൈനസ് ഉണ്ട്, ആ മൈനസ് അതേപടി ഇട്ടു. ×2 നമ്മളിട്ടു. ഇവിടെ 60 അതേപടി ഞാൻ അടിയിലോട്ട് ഇറക്കി എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അടുത്ത സ്റ്റെപ്പ് നമ്മൾ മൾട്ടിപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. ഇങ്ങനെയാണോ കൊടുക്കേണ്ടത്? അല്ല, നമ്മൾ മൈനസും കൂടെ ചേർത്താണ് കൊടുക്കേണ്ടത്. -50 × 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -50 × 2 എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് സൈൻ ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആയിരിക്കും ഉത്തരം കിട്ടുക. രണ്ട് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം നമ്മൾ എഴുതി. പിന്നെ 60 നേരെ അടിയിലോട്ട് ഇറക്കി എഴുതി. 60 - 100 എത്രയാണ്? 60ൽ നിന്ന് ഞാൻ 100 എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ -40. എങ്ങനെയാണ്? ഡിഫറൻറ്റ് സൈൻ, വലുതിൻ്റെ ചിഹ്നം എടുത്തിടുക, കുറയ്ക്കുക. ഓക്കെ, കിട്ടി, സംഗതി കിട്ടി. ഓക്കെ, ഇനി 2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം, എളുപ്പം ചെയ്യാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. ആദ്യമേ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി ഉള്ളത് ബ്രാക്കറ്റ്. അപ്പോൾ ഈ 2 ബ്രാക്കറ്റുകൾ നമ്മൾ ആദ്യമേ ചെയ്യാതെ വേറൊന്നും ചെയ്യുന്നത് ശരിയല്ല. അപ്പോൾ നമ്മൾ 2ഉം 3ഉം തമ്മിൽ കൂട്ടി 29 തമ്മിൽ കൂട്ടി നമുക്ക് 50 കിട്ടി. 20 30 തമ്മിൽ കൂട്ടി നമുക്ക് 50 കിട്ടി. ആ മൈനസ് പുറത്തോട്ട് ഞാൻ എടുത്തിട്ടു. 60 അടിയിലോട്ട് ഇറക്കിയിട്ടു. ഇൻറ്റു അതേപടി അടിയിലോട്ട് ഇറക്കിയിട്ടു. 6 - 8 6ൽ നിന്ന് 8 കുറച്ചാൽ എത്രയാണ്? 6ൽ നിന്ന് 8 കുറച്ചാൽ -2ആണ്. കാരണം നമുക്കറിയാം രണ്ടും വിപരീത ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? രണ്ടും തമ്മിൽ കുറയ്ക്കുക, എന്നിട്ട് വലുതിൻ്റെ ചിഹ്നം എടുത്തിടുക. ഞാൻ അത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി കിട്ടിയ ഉത്തരത്തെ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് 50ന് 2 വെച്ച് ഗുണിക്കണം അല്ലേ? 50ന് 2 വെച്ചാണോ? അല്ല, -50നെ -2 വെച്ച് ഗുണിക്കണം. ഇങ്ങനെ എടുക്കണോ? ഇങ്ങനെയല്ല എടുക്കേണ്ടത്. നമ്മൾ മൈനസ് കൂടെ ചേർത്തെടുക്കണം. കാരണം 50ഉം -50ഉം രണ്ടും രണ്ട് സാധനങ്ങളാണ്. അപ്പോൾ -50 × -2 എന്ന് പറയാൻ നേരത്തെ എത്രയാണ്? രണ്ടും തമ്മിൽ ഗുണിക്കുക, നമുക്ക് എത്ര? 100 കിട്ടും. ചിഹ്നം എന്ന് പറയുന്നത് എന്താ? രണ്ടും സെയിം സൈൻ ആണെങ്കിൽ പോസിറ്റീവ്, സോ പോസിറ്റീവ്. ആൻഡ് മുമ്പിലുള്ളത് എത്രയാണ്? 60. അപ്പോൾ 60 + 100. 60 + 100 എത്രയാണ്? 160. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് നിറച്ച് ഡിവിഷനാണ്. പക്ഷെ പെട്ടെന്ന് നോക്കിയപ്പോഴാണ് നിങ്ങൾ കണ്ടത് ഇതാ ബ്രാക്കറ്റിൻ്റെ അകത്ത് വേറൊരു ബ്രാക്കറ്റ്. ഇത് പേടിക്കാനൊന്നുമില്ല. എന്താ നടക്കുന്നതെന്ന് പറയാൻ നേരത്ത് നമുക്ക് ഇവരിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റിയുള്ള ആരാന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇതിൻ്റെ അകത്തുള്ളത് ബ്രാക്കറ്റിനാണ്. ഈ ബ്രാക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി. ഇപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കാര്യം നമുക്ക് ആദ്യം ചെയ്യാം. അകത്തുള്ള കാര്യം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ അകത്ത് ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി? അകത്ത് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ബ്രാക്കറ്റ് പിന്നെയും ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റ് ആദ്യമേ ചെയ്യാം. ആ ബ്രാക്കറ്റ് ആദ്യമേ ചെയ്തു. 3 + 3 എനിക്ക് 6 കിട്ടി അല്ലേ? പിന്നെ ഈ ഡിവിഷൻ അതേപടി ഞാൻ എടുത്തെഴുതി. പിന്നെ ഈ 6 ഞാൻ അതേപടി എടുത്തെഴുതി. പ്ലസ് അതേപടി എടുത്തെഴുതി. 2 അതേപടി എടുത്തെഴുതി. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സാധനത്തെ മൊത്തം ഞാൻ ഇങ്ങനെയാക്കി മാറ്റി. ഇനിയും നമുക്ക് മാറ്റാം. 6നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുക. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1 കിട്ടി. 1 + 2 കിട്ടി. 1 + 2 നമുക്കറിയാം, അതെന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള മൊത്തം സംഗതി എന്ന് പറയുന്നത് 3 ആണ്. പിന്നെ മുമ്പിലുള്ള മൈനസ് ഇട്ടു. ഇവിടെ -3 ഇട്ടു. ഇൻറ്റു 5 അത് ഞാൻ അതേപടി എടുത്തെഴുതുകയാണ്. എല്ലാം അതേപടി എടുത്തെഴുതുകയാണ്. തെറ്റ് വരുത്താതിരിക്കാൻ വേണ്ടി ഞാൻ എല്ലാം അതേപടി എടുത്തെഴുതുകയാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് പ്രയോറിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? ഇതിൻ്റെ അകത്ത് പ്രയോറിറ്റി കൂടുതൽ ഡിവിഷനാണ്. 2 ഡിവിഷനുണ്ട്. ഏതാദ്യം ചെയ്യണം? ഏത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. ഞാൻ ഇത് ചെയ്യുന്നു, അത് ചെയ്യാം. 10/2 എന്ന് പറഞ്ഞാൽ 5 ആണ്. 5/5 ഇൻറ്റു -3 ആണ് നമ്മുടെ ഉത്തരം. നമുക്ക് കിട്ടിയ അടുത്ത എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇനി 5/5 ചെയ്യാം. എനിക്ക് കിട്ടിയത് 1 ആണ്. 1 ഇൻറ്റു -3 ആണ് ഇപ്പോൾ നമ്മുടെ പുതിയ എക്സ്പ്രഷൻ. ഇനി നമുക്ക് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് കിട്ടും 1 ഇൻറ്റു -3 എന്ന് പറയുന്നത് -3. രണ്ടും വിപരീത ചിഹ്നങ്ങളാണെങ്കിൽ ആദ്യമേ നമ്മൾ മൈനസ് ചിഹ്നം ഇടുക, എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. പിന്നെ -3 അതെടുത്ത് എഴുതി. -3 രണ്ടും സെയിം ചിഹ്നമാണെങ്കിൽ നമ്മൾ കൂട്ടിയിട്ട് നമ്മൾ സെയിം ആയിട്ടുള്ള ചിഹ്നം എടുത്ത് എഴുതുക. ഉത്തരം കിട്ടി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഇത്രയും മതി. ഇതിലൂടെ നമ്മൾ ബോട്ട് മാസിൻ്റെ കുറേ പ്രോബ്ലങ്ങൾ ചെയ്യുകയാണ് ഈ ഇതിൽ പഠിച്ചത്. ബോട്ട് മാസ് എന്ന് പറയുമ്പോൾ ബ്രാക്കറ്റ്, ഓർഡർ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈ ഓർഡറിലായിരിക്കണം നമ്മൾ ഒരുപാട് എക്സ്പ്രഷനിൽ ഒരുപാട് ഓപ്പറേറ്റർ ഒക്കെ ഇങ്ങനെ കൂട്ടിക്കലർത്തി തരികയാണെങ്കിൽ ഈ ഒരു ഓർഡർ ചെയ്തില്ലെങ്കിൽ മൊത്തം തെറ്റും. അത് നിങ്ങൾ ദൃക്സാക്ഷിയായതാണ് ആ തെറ്റുകളുടെ കാര്യത്തിന്. അപ്പോൾ നിങ്ങളത് ചെയ്ത് പഠിക്കുക. അടുത്ത നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നല്ല ബോട്ട് മാസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കേട്ടിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുക, നല്ല മാർക്ക് മേടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അടുത്തതായിട്ട് കൂടുതൽ ടൈപ്സ് ഓഫ് നമ്പേഴ്സ് പഠിക്കാം. ഓക്കെ.